കൗതുകമുള്ള ഒരാളെ പരിചയപ്പെടാം. സെമിനാരിയിൽ നിന്ന് അമേരിക്കൻ പട്ടാളത്തിലേക്ക്, അവിടെ നിന്ന് സിനിമാ അഭിനയത്തിലേക്ക് വ്യത്യസ്ത മേഖലകളിൽ വിജയ് കുതിപ്പ് കാണിച്ച ഒരു മലയാളിയുടെ കഥയാണിത്. സിറിയക് ആലഞ്ചേരി, ഇപ്പോൾ അറിയപ്പെടുന്നത് അലൻ മാറ്റേഴ്സ്, അതാണിപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര്. മോർണിംഗ് ഷോയിൽ KR ഗോപികൃഷ്ണൻ അലൻ മാറ്റേഴ്സുമായി സംസാരിക്കുന്നു. സിറിയക് ആലഞ്ചേരി അഥവാ അലൻ മാറ്റേഴ്സ്. അച്ഛൻ പട്ടത്തിന് വേണ്ടി സെമിനാരിയിൽ പഠനം, ചെന്നെത്തുന്നത് അമേരിക്കൻ സൈന്യത്തിൽ, പിന്നീട് അവിടെ നിന്ന് അഭ്രപാളികളിൽ. അങ്ങനെ സംഭവബഹുലമായ ഒരു ജീവിത കഥ പറയാനുണ്ട് അലൻ മാറ്റേഴ്സിന് അഥവാ സിറിയക് ആലഞ്ചേരിക്ക്. നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം. വെൽക്കം. താങ്ക് യു വെരി മച്ച്. എനിക്കൊന്ന് അമേരിക്കൻ സേനയുടെ ഭാഗമാകുന്ന ആദ്യത്തെ മലയാളി എന്ന് പറയാമോ താങ്കളെക്കുറിച്ച്? എൻലിസ്റ്റഡ് ആയിട്ടുള്ള ഒരു ആദ്യ മലയാളി ഞാനായിരുന്നു. എങ്ങനെയാണ് അമേരിക്കൻ സൈന്യത്തിൻ്റെ ഭാഗമാകുന്നത്? ഞാനൊരു ഹോട്ടലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അലബാമ സ്റ്റേറ്റിൽ. അപ്പോൾ അവിടെ വന്നൊരു ഗസ്റ്റ് ഒരു മേജർ ജനറൽ റിട്ടയർഡ് പേഴ്സൺ ആയിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ ഒരു നേച്ചർ ഓഫ് ഹെൽപ്പിംഗ് നേച്ചർ ഞാൻ പുള്ളിയുടെ ബാഗൊക്കെ എടുത്ത് മുറി കൊണ്ട് വയ്ക്കുന്നു. അപ്പോൾ പുള്ളി എന്നോട് ചോദിച്ചത് എവിടെ നിന്നാണെന്ന് ചോദിക്കുന്നു. ഞാൻ പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്നാണെന്ന് പറയുന്നു. അപ്പോൾ പുള്ളി എന്നോട് ചോദിച്ചത് നിനക്ക് ഭാഷകളൊക്കെ അറിയത്തില്ല? ഞാൻ പറഞ്ഞാൽ അറിയാം. അപ്പോൾ നീ ഈ കാർഡ് കൊണ്ട് ഇവിടുത്തെ അടുത്തൊരു റിക്രൂട്ടിംഗ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുക്കുക, എന്നിട്ട് പറയുക നിനക്കിങ്ങനെ ഭാഷയൊക്കെ അറിയാമെന്ന് പറയുക. അപ്പോൾ അവർ നിന്നെ എടുത്തോളൂ എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഇങ്ങനെയൊക്കെ പറ്റുമല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഗ്രീൻ കാർഡേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല, ചെല്ലാൻ പറഞ്ഞു. അതാണ് അതിൻ്റെ ആരംഭം. പക്ഷേ ഈ സെമിനാരിയിൽ നിന്ന് എങ്ങനെയാണ് ഈ അറബ് കൺട്രീസിലേക്ക് എത്തുന്നത്? അച്ഛനാകാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് വിദേശത്തൊക്കെ പോകാമല്ലോ, അറ്റ്ലീസ്റ്റ് കേരളത്തിന് വെളിയിൽ ചാടാമല്ലോ എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ആക്ച്വലി സെമിനാരി ചേർന്നത്. അത് കഴിഞ്ഞിട്ട് സെമിനാരിയിൽ നിന്ന് സിറ്റികളിൽ പഠിച്ചു. ഇന്ത്യയുടെ എല്ലാം വടക്കേ ഇന്ത്യയിലായിരുന്നു. കൽക്കട്ട ടു ഇൻഡോർ ടു ഖാണ്ഡുവ ടു ജബൽപൂർ ടു ഭോപ്പാൽ, നാഗ്പൂരിലായിരുന്നു ഞാൻ ഡിഗ്രി ചെയ്തത്. അപ്പോൾ അങ്ങനെ പോയി ബോംബെ വരുന്നു. ബോംബെ നിന്ന് ഗൾഫിലോട്ട് കുവൈറ്റിലേക്ക് വരുന്നു. കുവൈറ്റിൽ വെച്ചാണ് ഞാൻ ഒരു മദാമയായിട്ട് ഓൺലൈൻ വഴി പരിചയപ്പെട്ട. അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നതാണ് യാഹൂ ചാറ്റ്. അമേരിക്കയിലെത്തുന്നതും അവിടെ ചെന്ന് ഈ മേജർ ജനറൽ വഴി അദ്ദേഹത്തിൻ്റെ ഉപദേശപ്രകാരം ആർമി ചേരുന്നതൊക്കെ. ഞാൻ ചെന്ന സമയത്താണ് 9/11 നടക്കുന്നത്. അപ്പം ഈ ട്വിൻ ടവേഴ്സ് അടിക്കപ്പെടുന്നു. അപ്പം ഇതിൻ്റെ പിന്നിൽ ആരാന്ന് അമേരിക്ക തിരക്കുന്നു, മനസ്സിലാകുന്നു. അഫ്ഗാനിസ്ഥാന് പോകുന്നു, ഇറാഖിന് പോകുന്നു. അപ്പോൾ അതിൻ്റെ ശരിയോ തെറ്റുകളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. പക്ഷേ എനിക്കത് ഗുണം ചെയ്തെന്നുള്ളത് അവർക്ക് ഭാഷ അറിയാവുന്നവർ വേണമായിരുന്നു. അപ്പോൾ ഞാൻ ചെല്ലുന്നത് അവർക്കൊരു ഗുണമായി. അപ്പോൾ താങ്കൾ ഈ യുദ്ധമുഖത്തുണ്ടായിരുന്നു അല്ലേ അതിനുശേഷം? അപ്പം വർഷങ്ങൾക്ക് ശേഷം 2 വർഷങ്ങൾക്ക് ശേഷം എനിക്ക് എൻ്റെ ക്ലിയറൻസും സിറ്റിസൺഷിപ്പ് എല്ലാം കിട്ടുന്നു. അപ്പോഴാണ് ഇറാഖ് വാർ കണ്ടിന്യൂഡ്. വി ഓൾസോ വെൻറ്റ് ഇൻ ടു അഫ്ഗാനിസ്ഥാൻ. പക്ഷേ എൻ്റെ ഫോക്കസ് മുഴുവൻ ഇറാഖിലായിരുന്നു. കാരണം എനിക്ക് അറബി അറിയാം, പാഷ്തൂൺ എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് ഐ വാസ് മോസ്റ്റ്ലി ഇൻ ഇറാഖ്. അപ്പോൾ അമേരിക്കൻ സൈന്യത്തിൽ നിന്ന് പിന്നീട് താങ്കൾ അവിടെ നിന്ന് വിരമിക്കുകയായിരുന്നോ ചെയ്തത്? എങ്ങനെയാണ് പിന്നെ ഒരു ഹോളിവുഡ് സർക്കിളിലേക്ക് എത്തുന്നത്? ഞാൻ അമേരിക്കയിൽ ചെല്ലുന്ന പാടെ 40-year-old വെർജിൻ എന്ന ഒരു സിനിമയിൽ അഭിനയിച്ചൊരു മലയാളി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മലയാളിയെക്കുറിച്ച് ഞാൻ പണ്ട് ദീപിക വായിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഓർമ്മയിൽ ഞാൻ ഈ പുള്ളിയെ ഗൂഗിൾ ചെയ്ത് തപ്പി സെർച്ച് ചെയ്ത് ഈ പുള്ളിയായിട്ട് ഞാൻ കണക്ട് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് ഹോളിവുഡ് മോഹം, പണ്ടേ അഭിനയമോഹമുണ്ട്. സ്കൂളിൽ നിന്ന് ഞാനൊരു നാടക വിദ്യാർത്ഥിയായിരുന്നു. സെമിനാറിൽ ഒത്തിരി ഇംഗ്ലീഷ് ഡ്രാമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ബോംബെ ചെന്നപ്പോഴും ഞാൻ കുറച്ച് ബോളിവുഡ് സിനിമാ സെറ്റിലൊക്കെ ബാക്ക്ഗ്രൗണ്ട് ആക്ടറായിട്ട് കയറി. അപ്പോൾ ഈ മോഹം ഞാൻ കൈവിട്ടില്ല. പട്ടാളത്തിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഞാൻ മനസ്സിലാക്കി നമുക്ക് പട്ടാളത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് ന്യൂയോർക്ക് ഫിലിം അക്കാഡമിയിൽ പഠിക്കാം. അപ്പോൾ ഞാൻ വിചാരിച്ചു പട്ടാളത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് വേണം പോയി ഫിലിം മേക്കിംഗ്, ഫിലിം ആക്ടിംഗ് ഒക്കെ പഠിക്കാൻ. അപ്പം ലോസ് ആഞ്ചലസിലുള്ള യൂണിവേഴ്സൽ സ്റ്റുഡിയോസിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ ന്യൂയോർക്ക് ഫിലിം അക്കാഡമിയുടെ ഒരു ക്യാമ്പ്. അപ്പോൾ അവിടെ കാശ് മുഴുവൻ അമേരിക്കൻ സർക്കാർ കൊടുത്തോളും, നമുക്ക് എന്ത് വരെ വേണമെങ്കിലും പഠിക്കാം. അങ്ങനെയാണ് ഞാൻ ലോസ് ആഞ്ചലസിലെ ഹോളിവുഡിൽ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി കാലിഫോർണിയയുടെ ലോസ് ആഞ്ചലസിലെത്തുന്നത്. എനിക്കൊന്നും സിറിയക് ആലഞ്ചേരി അമേരിക്കൻ സിറ്റിസണാണ്. പക്ഷേ താങ്കളിപ്പോൾ ഇന്ത്യയിലുള്ളതും കേരളത്തിലുള്ളതും ഇതേ സിനിമാ മോഹം കാരണമാണ് അല്ലേ? ഇപ്പോൾ പുതുതായിട്ട് പുറത്തു വരാൻ പോകുന്ന സിനിമകളിലും താങ്കൾ വേഷമിടുന്നുണ്ട്. താങ്കൾ നിർമ്മിച്ച ഒരു സിനിമയുണ്ട് പ്രധാന കഥാപാത്രമായി അഭിനയിച്ച, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയൂ. സിനിമാ മോഹം എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് ഇൻ അമേരിക്ക വിസ ഇറ്റ്സ് എ ബഗ്. ഈ സിനിമ ഇറക്കാൻ കാര്യം കുറച്ച് കാശൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്താലോ. അപ്പോൾ അങ്ങനെ ഒരു ഡയറക്ടറെ ഫേസ്ബുക്കിലൂടെ പരിചയപ്പെടുന്നു. അങ്ങനെയാണ് ആ പടത്തിലേക്ക് തിരിയുന്നത്. അത് 10-35 ഇൻ്റർനാഷണൽ അവാർഡ് മേടിച്ച നവൽ എന്ന ജുവൽ എന്ന സിനിമയാണ്. ഈ ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന സിനിമകളുണ്ടല്ലോ, ഇപ്പോൾ തിളപ്പ് വരാനിരിക്കുന്നു അല്ലേ? തിളപ്പിൽ ഞാൻ അഭിനയിക്കുന്നുണ്ട്. ആനന്ദ് ശ്രീബാല അഭിനയിച്ചു കഴിഞ്ഞു. പിന്നെ 2-3 പടത്തിൽ പറഞ്ഞിട്ടുണ്ട്. മോഹൻലാൽ സാറിൻ്റെ 350ാമത്തെ പടത്തിൽ ഞാനൊരു ജേർണലിസ്റ്റായിട്ട് അഭിനയിക്കുന്നുണ്ട്. തൊടുപുഴയിലാണ് എൻ്റെ ഷൂട്ട്. പിന്നെ വേറെ 2-3 പടം പൈപ്പ് ലൈനിലുണ്ട്. ദൈവാനുഗ്രഹിച്ചാൽ വെള്ളിത്തിരയിൽ കാണാം എന്ന് പ്രതീക്ഷിക്കുന്നു. കേരളത്തിലെ ചെറുപ്പക്കാരെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്,
അവർ വളരെ ബുദ്ധിസാമർഥ്യമുള്ള ആളുകളാണ്. പക്ഷേ അതേസമയം തന്നെ അവർക്ക് അവരുടെ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി എന്ന് പറയുന്നത് ഒരു പ്രശ്നമാണ്. പലപ്പോഴും അവർക്ക് വലിയൊരു ഹേർഡിലാകുന്നത് അവർക്ക് ഭാഷ കൈകാര്യം ചെയ്യുന്നതിനുള്ള പ്രശ്നങ്ങളാണ്. പിന്നെ അവർ എത്രമാത്രം അംബീഷ്യസ് ആണെന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതേസമയം കേരളം നേരിടുന്ന വേറൊരു പ്രതിസന്ധി, ഇവിടുന്ന് ചെറുപ്പക്കാരൊക്കെ വിദേശ രാജ്യങ്ങളിലേക്ക് അവസരങ്ങൾ തേടി പോകുന്നു എന്നുള്ളതാണ്. താങ്കളുടെ ജീവിതം വെച്ചിട്ട് ഈ ചെറുപ്പക്കാരോട് എന്ത് പറയും? ഐ തിങ്ക് വേൾഡിൽ ഏറ്റവും കൂടുതൽ യുവാക്കളുള്ള ഇന്ത്യയിലാണ് തോന്നുന്നു. ഇന്ത്യ ഹാസ് ദ പവർ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ യൂത്ത്. നമ്മുടെ യുവാക്കൾ ഞാൻ കാണുന്ന ഒരു ഡ്രോബാക്ക്, ഐ തിങ്ക് ദേ ലാക്ക് ദ സെൽഫ് കോൺഫിഡൻസ് ആൻഡ് ആ ഒരു ഗ്രിറ്റ്. രക്ഷപ്പെടാൻ വേണ്ടി വിദേശത്ത് പോയിട്ട് കാര്യമില്ല. നമ്മൾ അവിടെ ചെന്നാൽ യുൽ സഫർ എ ലോട്ട്. കാരണം റേസിസം ഉണ്ടാവാം, അതുപോലെ തന്നെ ജോലി ചെയ്യാനുള്ള ആ തീക്ഷ്ണമായ ഇത് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് അവിടെ ചെന്ന് ജോലി ചെയ്യാൻ പറ്റുള്ളൂ. യു ഹാവ് ടു വർക്ക് 8 hours ജോലി എന്ന് പറഞ്ഞാൽ യു ഹാവ് ടു ലിറ്ററലി വർക്ക് 7 hours 59 minutes. അപ്പോൾ ആ ഒരു ഇതുണ്ടോയെന്ന് എനിക്ക് ഞാൻ കാണുന്നില്ല. ബട്ട് ദാറ്റ്സ് നോട്ട് ഒരു കംപ്ലൈൻ്റ് ആയിട്ട് പറയുന്നില്ല. അതൊന്ന് ബിൽഡപ്പ് ചെയ്യണമെന്ന് എൻ്റെ യൂത്തിനോടുള്ള എൻ്റെ ഒരു ആഹ്വാനമാണ്, എൻ്റെ ഒരു അഡ്വൈസ്. എങ്ങനെയാണ് ഈ പേര് വന്നത് അലൻ മാറ്റേഴ്സ്? എൻ്റെ വീട്ടുപേര് ആലഞ്ചേരി എന്നാണല്ലോ. എൻ്റെ ഇച്ചാച്ചൻ്റെ പേര് മാത്യു എന്ന്. അപ്പം ഞാൻ ചിന്തിച്ചപ്പം ആലഞ്ചേരിയുടെ അലനും മത്തായിയുടെ മാറ്റേഴ്സും കൂട്ടി ഒരു പേരങ്ങോട്ട് ഉണ്ടാക്കിയതാണ് ആലൻ മാറ്റേഴ്സ്. ആൻഡ് ഐ തിങ്ക് ദാറ്റ്സ് ഫ്ലൈയിങ് ഹൈ. ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ഒരു പേരാണത്. Okay, let Alan matters always. Thank you very much. Nice Thank you. It was a talking to you. pleasure. It was a pleasure. Thank you.